നരച്ച മുടി പിഴുതാൽ കൂടുതൽ നരച്ച മുടി വരുമോ? നരച്ച മുടി കണ്ടാൽ പിഴുത് കളയരുത്, അല്ലെങ്കിൽ കൂടുതൽ നര വരും. ഇത് നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് എത്രത്തോളം സത്യമുണ്ട് പറഞ്ഞു തരാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു നരച്ച മുടി പിഴുതാൽ അതിന് ചുറ്റുമുള്ള മുടികൾ നരക്കില്ല. കാരണം ഓരോ ഹെയർ ഫോളിക്കിളും സെപ്പറേറ്റ് യൂണിറ്റുകളാണ്. ഒരു ഹെയർ ഫോളിക്കിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അടുത്ത ഹെയർ ഫോളിലേക്ക് പകരില്ല. അതുകൊണ്ട് തന്നെ ഒരു നരച്ച മുടി പിഴുതു കഴിഞ്ഞാൽ അതിന് ചുറ്റും 5 അല്ലെങ്കിൽ 10 മുടികൾ നരച്ചത് വളരില്ല. അപ്പോൾ ഈ വിശ്വാസം എങ്ങനെയാണ് വന്നത്? കാരണം സാധാരണയായി നര ആരംഭിക്കുന്ന സമയത്ത് പല ഹെയർ ഫോളിക്കിൾസിലും പിഗ്മെൻറ്റേഷൻ ഒരുപോലെ കുറയാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഒരു മുടി പറിക്കുന്ന സമയത്ത് ആ ചുറ്റുമുള്ള ഹെയർ ഫോളിക്സ് എല്ലാം നരയ്ക്കുന്ന പ്രക്രിയയിലായിരിക്കും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കൂടുതൽ നര കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഒരു നരച്ച മുടി പിഴുതുകൊണ്ടാണ്. പക്ഷേ നരയുടെ സ്വാഭാവിക പുരോഗതിയാണ് അവിടെ നടക്കുന്നത്. ഒരു പ്രധാന കാര്യം, ഇത് നരച്ച മുടി പിഴുതു കഴിഞ്ഞാൽ അത് വളർന്നു വരുമ്പോൾ വീണ്ടും നരച്ച മുടിയായിരിക്കും പലപ്പോഴും. കാരണം പ്രശ്നം മുടിയിലല്ല, ആ ഹെയർ ഫോളിക്കിളിലെ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന സെൽസിലാണ്. സെല്ലിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞാൽ പുതിയതായി വരുന്ന മുടിക്കും അതേ നിറമായിരിക്കും. പക്ഷേ നരച്ച മുടി വീണ്ടും വീണ്ടും പിഴുന്നത് നല്ല ശീലമല്ല. കാരണം തുടർച്ചയായ പുള്ളിങ് ചില ഹെയർ ഫോളിക്കിൾസിന് കേടുപാടുണ്ടാക്കാം. കാലക്രമേണ ചില സ്ഥലങ്ങളിൽ മുടിയുടെ ഡെൻസിറ്റി കുറയാനോ മുടിയുടെ വളർച്ച തന്നെ ഇല്ലാതാകാനോ സാധ്യതയുണ്ട്. നര വരുന്നതിന് പ്രധാന കാരണം ജെനറ്റിക്സ് ആണ്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, തൈറോയ്ഡ് ഡിസീസ്, സ്ട്രെസ്സ്, ചിലപ്പോൾ ചില മെഡിക്കൽ കണ്ടീഷനും ഇത് കാരണമാകാം. ശരിയായ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ നര വരുന്നത് തടയാൻ സാധിക്കും. നിങ്ങളും നരച്ച മുടി പിഴുതാൽ മുടി നരയ്ക്കുമെന്ന് വിചാരിച്ചിരുന്നോ? കമൻറ്റിൽ പറയൂ. ഹെയർ ആൻഡ് സ്കിൻ കെയർ വീഡിയോസ് അറിവുകൾക്കായിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ. ഈ വീഡിയോ നരച്ച മുടി ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യൂ.